കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. 26% മുസ്ലിം വോട്ടുകളും 12% ക്രിസ്ത്യൻ വോട്ടുകളുമാണ് മുന്നണികൾ ലക്ഷ്യമിടുന്നത്. ന്യൂനപക്ഷ വിഷയങ്ങൾ ചർച്ചയാക്കി വോട്ടുകൾ അനുകൂലമാക്കാനാണ് മുന്നണികളുടെ തന്ത്രം. പ്രചാരണ പ്രവർത്തനങ്ങളിലും അത് പ്രകടനമാണ്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ആകെ വോട്ടർമാർ ഏകദേശം 13 ലക്ഷത്തിനടുത്ത് വരും. അതിൽ 40% ന്യൂനപക്ഷ വോട്ടുകളാണ്. ഇടതിൻ്റെ കോട്ടയാണെങ്കിലും മിക്കപ്പോഴും UDFിനെ തുണച്ചിട്ടുള്ള കണ്ണൂർ മണ്ഡലത്തിൽ എല്ലായ്പ്പോഴും UDFിന് അനുകൂലമായിട്ടുള്ളതും ഈ ന്യൂനപക്ഷ അനുകൂല വികാരമാണ്. ഇക്കുറിയും ആ ന്യൂനപക്ഷ വോട്ടുകളിലാണ് മുന്നണികളുടെ കണ്ണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായി ന്യൂനപക്ഷ വികാരമുള്ള തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ ഇടതിനായി കളത്തിലിറങ്ങിയപ്പോഴും ജയം തുണച്ചത് LDFിനെയായിരുന്നു. പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അവരുടെ പല നിലപാടുകളില്ലായ്മയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ അത് A വന്നാലും B വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നല്ല നിലയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി TV രാജേഷിൻ്റെ പ്രതികരണം പോലെ തന്നെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കേന്ദ്രത്തിലെ വർഗീയതയും ന്യൂനപക്ഷ വിഷയങ്ങളും കോൺഗ്രസ് BJPയായി മാറുന്നുവെന്ന പ്രചരണത്തിനാണ് LDF മുൻതൂക്കം നൽകുന്നത്. ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതരത്വ ഗവൺമെൻറ് സുസ്ഥിരമായ ഒരു ഭരണം കൊണ്ടുവരുവാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടനുബന്ധിച്ച് ഇന്ത്യ മുന്നണിയും തന്നെയാണ് എന്നുള്ളത് ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. LDFിന്റെ ന്യൂനപക്ഷ സ്നേഹം കാപ്പട്യം നിറഞ്ഞതെന്ന DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മുസ്ലിം ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ന്യൂനപക്ഷ നിലപാടിൽ വിമർശനമുയർത്തുന്നു. ന്യൂനപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നൊരു മുന്നണിയും പാർട്ടിയാണ് CPMഉം LDFും എന്നുള്ളത് തന്നെ വസ്തുതകൾക്ക് വിരുദ്ധമാണ്. സത്യത്തിൽ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിൽ വീണേ തീരൂ എന്ന കാര്യം മുന്നണികൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു പരിധിവരെ അതുതന്നെയാണ് യാഥാർത്ഥ്യവും. അതുകൊണ്ട് തന്നെ പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം ന്യൂനപക്ഷ പ്രശ്നങ്ങളാണ് ഹൈലൈറ്റ്. റിപ്പോർട്ടർ അർജുൻ ഗലിയാഡ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.